ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 6. രചന ഫൗസിയ നൗഷാദ്. കാറ് പാർക്ക് ചെയ്ത് അവൾക്കായി ഡോറ് തുറന്നു കൊടുത്തു. അവൾ ഇറങ്ങി. വരൂ. അവൻ്റെ പുറകെ ഒരു പാവയെപ്പോലെ അവൾ നടന്നു. ദേ, ഇതാണ് മുറി, പോയി ഫ്രഷ് ആയിക്കോ. തലകുനിച്ച് നിൽക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു. അവളുടെ മേൽ എന്തോ അധികാരമുള്ളതുപോലെയായിരുന്നു അവൻ്റെ സംസാരം. അവൾ ആ മുറിക്കകത്തേക്ക് പോയി വാഷ്റൂമിൽ കയറി ഫ്രഷായി. തിരികെ വരുമ്പോഴേക്കും അവൻ ഭക്ഷണം എടുത്തു വെച്ചിരുന്നു. എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. അതെന്താ നിനക്ക് വേണ്ടാത്തത്? കലിപ്പായിക്കൊണ്ട് ദർശി ചോദിച്ചു. വിശക്കുന്നില്ല. ദേ ദ്രൗപദി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. തന്നോട് പറഞ്ഞത് കേട്ടാൽ മതി. ഇപ്പോൾ ഒന്നും ഞാൻ തന്നോട് ചോദിക്കുന്നില്ല. പക്ഷേ നാളെ ഇതിനെല്ലാം കാരണം നീ എനിക്ക് പറഞ്ഞു തരണം. നിന്റെ പുറകിൽ എന്തോ ഒരു നിഗൂഢത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ താൻ ഈ ഫുഡ് കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കുക. അവൾക്കായി ആഹാരം വെച്ചിട്ട് അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. ആ ഡോറ് വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്കൊരു നടുക്കമുണ്ടായി. ദർശ് കൃത്യസമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിൻ്റെയൊക്കെ നന്ദി ദർശിനോട് കാണിക്കണം. നാളെ ദർശിനോട് എന്താണ് പറയേണ്ടത്? എന്തായാലും എല്ലാ കഥയും അവനോട് പറയാൻ കഴിയില്ല. പകുതി ഒളിക്കേണ്ടിയിരിക്കുന്നു. താൻ ശരിക്കും എന്തിനാണ് വന്നതെന്നും ഞാൻ മുമ്പ് എങ്ങനെ ആയിരുന്നു എന്നും ദർശ് ഒരിക്കലും അറിയാൻ പാടില്ല. അതെനിക്ക് അപകടമാവും, അവൾ ഓർത്തു. പേരിന് മാത്രം ആഹാരം കഴിച്ചിട്ട് അവൾ റൂമിലേക്ക് പോയി. ആ ചെറിയ മുറി വളരെ വൃത്തിയുള്ളതായിരുന്നു. ചെറിയ ബെഡ്, ഒരു കുഞ്ഞു ടേബിൾ, അറ്റാച്ച്ഡ് ബാത്റൂം, ആകെ നല്ല ഒതുക്കമുള്ള മുറി. ബെഡിൽ കിടന്നതും ക്ഷീണം കാരണം അറിഞ്ഞില്ല. അവൾ നിദ്രയിലേക്ക് വഴുതി വീണു. കണ്ണു തുറന്നതും എവിടെയാണ് താനെന്ന് മനസ്സിലാക്കാൻ കുറച്ചു നേരമെടുത്തു. തലേന്ന് സംഭവിച്ചത് വേഗം മനസ്സിലേക്ക് വന്നു. വേഗം അവൾ എഴുന്നേറ്റ് ഫ്രഷായി ഹാളിലേക്ക് ചെന്നു. ദർശ് അവിടെ ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ടീഷർട്ടും മുട്ടുവരെയുള്ള ഷോർട്സും ആയിരുന്നു അവൻ്റെ വേഷം. മുഖത്ത് പാറ വീണ് കിടക്കുന്ന അവൻ്റെ നീണ്ട മുടിയിഴകളും കുഞ്ഞു മിഴികളും ഒക്കെ കണ്ടപ്പോൾ അവൾക്കൊരു തെല്ലൊരു നാണം തോന്നി. ഗുഡ് മോർണിംഗ് മിസ് ദ്രൗപദി. അവൻ പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കൈവീശി. ഗുഡ് മോർണിംഗ് ദർശ്. ഉറക്കം നന്നായിരുന്നോ? തീർച്ചയായും, കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്നാൽ വേഗം വന്നേ മോള്, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി തൻ്റെ കഥ കേൾക്കാനാണ് അവൻ കാത്തിരിക്കുന്നതെന്ന്. അവർ രണ്ടാളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അപ്പോഴാണ് അമ്മയുടെ ഫോൺ കോൾ വന്നത്. ഹലോ കണ്ണ, എവിടെയാടാ നീ? അമ്മയുടെ പരിഭവസ്വരം. അമ്മ, ഞാൻ നമ്മുടെ ഔട്ട് ഹൗസിലുണ്ട്. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇന്നലെ ഫോൺ എടുത്തതും ഇല്ലല്ലോ. അതമ്മേ, ഞാൻ കമ്പനി വർക്കൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരുപാട് രാത്രിയായി. പിന്നെ നേരെ ഇങ്ങ് പോരുന്നു. ശരി, ഇന്നിങ്ങ് വന്നേക്കണം. ശരി അമ്മ. കോള് കട്ടായി. അമ്മയാണ്. ഇന്നലെ വീട്ടിലേക്ക് ചെല്ലാത്തതിൻ്റെ പരിഭവമാണ്, അവൻ പറഞ്ഞു. അയ്യോ, എന്നെ കണ്ട പ്രശ്നമല്ലേ? തൽക്കാലം കാണണ്ട. തന്നെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രണ്ടാളും കഴിച്ചെഴുന്നേറ്റു. ദർശ് എനിക്ക് അഭിമുഖമായി വന്നിരുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്കെന്തോക്കെ ഓർമ്മ വരുന്ന പോലെ ഞാൻ വേഗം തല താഴ്ത്തി. ഇനി പറഞ്ഞോളൂ തൻ്റെ കഥ. ആം വെയിറ്റിംഗ്. അവൻ പറഞ്ഞത് കേട്ട് അവൾ പറയാൻ ആരംഭിച്ചു. മാറ്റം വരുത്തിയ അവളുടെ ജീവിത കഥ. ഇനി ആ കഥയിലൂടെ പോവാം. മോളെ ദ്രൗപദി, ഈ കുട്ടി ഇതെവിടെ പോയി? നന്ദു മോൾ എന്തിയടി? വിശ്വനാഥൻ ഭാര്യ നന്ദിനിയോട് വിളിച്ചു ചോദിച്ചു. ഏട്ടൻ ഇങ്ങനെ ബഹളം വെക്കാതെ, അവൾ രാവിലെ അമ്പലത്തിലേക്ക് പോയി, അവർ പറഞ്ഞു. അല്ലെങ്കിലും അവൾക്ക് ക്ഷേത്രത്തിൽ പോവാത്ത ഒരു ദിവസം ഇല്ലല്ലോ. എൻ്റെ മോള് ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ്, അദ്ദേഹം ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അനുമോൾ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഉറങ്ങയാവും. അദ്ദേഹം വരാന്തയിൽ ഇരിക്കുമ്പോൾ ദ്രൗപദി എത്തി. കുളിച്ച് ഈറനായി മുടിമടഞ്ഞ് നെറ്റിയിൽ കുറിതൊട്ട് പട്ടുപാവാടയും ധരിച്ചു വരുന്ന അവളെ അദ്ദേഹം ഒന്ന് നോക്കി നിന്നു. നന്ദിനിയെ താൻ കല്യാണം കഴിക്കുമ്പോൾ ഇതേപോലെ ആയിരുന്നു അവളും, ഒരു നാടൻ സുന്ദരിക്കുട്ടി. ആ സൗന്ദര്യമാണ് തൻ്റെ മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. അച്ഛാ, ഇന്നെന്താ പതിവില്ലാതെ ഇവിടെ ഒരു ഇരുത്തം? അവൾ കുസൃതിയോടെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, അച്ഛൻ വെറുതെ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി. ഇന്ന് പാടത്തേക്ക് പോകുന്നില്ലേ? പോവണം, കുറച്ച് കഴിയട്ടെ. എൻ്റെ മോൾ ഈ വേഷത്തിൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. ഈ അച്ഛൻ എന്നെ രാവിലെ തന്നെ പുകഴ്ത്താൻ തുടങ്ങിയോ? വേണ്ട കേട്ടോ. അല്ല, സത്യമാണ്. എൻ്റെ മക്കൾ രണ്ട് സുന്ദരി കുട്ടികളാണ്. ആൺമക്കളില്ല എന്നൊരു വിഷമവും ഞങ്ങൾക്കില്ല. നിങ്ങൾ എൻ്റെ നിധികളാണ്, അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ കരവലയത്തിൽ എന്നും അവൾ സുരക്ഷിതയായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇപ്പോൾ കണ്ടത് എൻ്റെ അച്ഛൻ വിശ്വനാഥൻ. അച്ഛനൊരു അറിയപ്പെടുന്ന തറവാട്ടിൽ ജനിച്ചതാണ്. അമ്മമ്മയുടെയും അച്ചാച്ചൻ്റെയും ഒരേ ഒരു മകനായിരുന്നു അദ്ദേഹം. അവർ ഏറെ നാൾ കാത്തിരുന്നു കിട്ടിയ നിധി. അവർ പരമ്പരാഗതമായി ധാരാളം ഭൂസ്വത്തുള്ളവരായിരുന്നു. അവർ രണ്ടാളും
മരിച്ചു. അതോടെ ഏക്കറുകൾ വരുന്ന കൃഷിഭൂമി അച്ഛൻ്റെ പേരിലായി. അച്ഛനൊരു കൃഷിക്കാരനാണ്. കൂടാതെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഒരുപാട് കർഷക തൊഴിലാളികളുമുണ്ട്. പിന്നെ അമ്മ നന്ദിനി, അച്ഛൻ്റെ നന്ദു. മാതാപിതാക്കൾ മരിച്ചതോടെ ഒറ്റപ്പെട്ട അച്ഛൻ കണ്ടെത്തിയ ഒരു അനാഥ പെണ്ണ്. അമ്മയ്ക്കാകെ ഒരു ആങ്ങള മാത്രമേ ഉള്ളൂ, നന്ദൻ. അയാൾ പണമെന്ന ഒറ്റ വിചാരത്തിൽ നടക്കുന്ന മനുഷ്യൻ, ഒരു സ്നേഹവും ഇല്ലാത്തവൻ. അമ്മയെ വളർത്തിയതിന് ഇന്നും കണക്ക് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്ന ആൾ. പിന്നീടുള്ളത് ഒരു അനുജത്തി, ശ്യാമ. അനു എന്നാണ് അവളെ വിളിക്കാറുള്ളത്. അവൾ എന്നേക്കാൾ 3 വയസ്സിനിളപ്പം, 6ാം തരത്തിൽ പഠിക്കുന്നു. പിന്നെ ഞാൻ, ദ്രൗപദി, ഇപ്പോൾ 9ാം തരത്തിലായതേ ഉള്ളൂ. ഞങ്ങൾ 4 പേർ അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഒരുപാട് പണമൊന്നുമില്ലെങ്കിലും സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അപ്രതീക്ഷിതമായുള്ള അച്ഛൻ്റെ മരണം ഞങ്ങളുടെ ജീവിതം അപ്പാടെ തകർത്തു. ഹൃദയസ്തംഭനമായിരുന്നു അച്ഛന്. അതോടെ എല്ലാം നശിച്ചു. അച്ഛൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ പിരിഞ്ഞുപോയി. ഞങ്ങൾ എന്ത് വേണമെന്നറിയാതെ ഇരുന്നു. പിന്നെ ദുഃഖങ്ങളുടെ ദിനങ്ങളായിരുന്നു. സ്നേഹനിധിയായ അച്ഛൻ്റെ മരണം മാനസികമായി ഞങ്ങളെ തളർത്തി. ഇതിനിടയിൽ ഒരുപാട് തവണ മാമൻ ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളോടുള്ള സഹതാപം കൊണ്ടായിരുന്നില്ല. അച്ഛൻ സമ്പാദിച്ചത് കുറേശ്ശെയായി ഓരോ കാരണം പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയി. അമ്മ കൊടുക്കുകയും ചെയ്തു. അവസാനം സമ്പാദ്യം തീരാറായപ്പോൾ അമ്മ മാമനോട് തുറന്നു പറയുകയും ചെയ്തു. എനിക്ക് 2 പെൺമക്കളാണ്. അവരെ എനിക്ക് പഠിപ്പിക്കണം, നല്ല രീതിയിൽ വളർത്തണം. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നാശമാക്കാൻ പണം ഞാൻ തരില്ല. അതോടെ ദേഷ്യത്തിൽ മാമൻ വീട് വിട്ടിറങ്ങി. 2 ദിവസം മാമനെ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ 3ാം ദിവസം ഒരു സംഭവം നടന്നു. വീട്ടിൽ രാത്രി കള്ളൻ കയറി. അമ്മ സൂക്ഷിച്ച പണം മുഴുവൻ മോഷണം പോയി. ഞങ്ങൾ ആകെ തകർന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോവാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതിനാൽ അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് മാമൻ വീട്ടിലേക്ക് വന്നത് അമ്മയ്ക്ക് പുതിയൊരാലോചനയായിട്ടായിരുന്നു. ഭാര്യ മരിച്ച് ഒരു മകനുള്ള ഒരാൾ. അമ്മയ്ക്കും പെൺമക്കളായ ഞങ്ങൾക്കും ഒരു ആൺതുണ വേണമെന്ന് മാമൻ പറഞ്ഞു. പക്ഷേ അമ്മ നിരസിച്ചു. അമ്മയ്ക്കതിന് സാധിക്കില്ലായിരുന്നു. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. മാമൻ പിണങ്ങിപ്പോയതും ഞങ്ങൾക്ക് ശല്യം കൂടി. പോകുന്ന വഴിയിൽ ആൺപിള്ളേർ ശല്യം ചെയ്തു. പുറകെ വന്നു. എന്തിനേറെ പറയുന്നു, എൻ്റെ പാവം അമ്മ ഒരുപാട് കേൾക്കേണ്ടി വന്നു. ഓരോ പുരുഷന്മാർ അമ്മയെ കാണുമ്പോൾ അനാവശ്യമായി പെരുമാറാൻ തുടങ്ങി. ആരും ചോദിക്കാൻ വന്നില്ല. ആൺതുണയില്ലാതെ ജീവിക്കുന്നത് മക്കളായ ഞങ്ങളുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണെന്ന് ഉറപ്പായതും അമ്മ മാമൻ പറഞ്ഞതുപോലെ കല്യാണത്തിന് സമ്മതിച്ചു. ഒരുപാട് സങ്കടത്തോടെയും വേദനയോടെയും. ദ്രൗപദി അത്രയും പറഞ്ഞതും ബാക്കി കേൾക്കാനുള്ള ആകാംക്ഷയോടെ ദർശ് അവളെ നോക്കി. അവൾ തുടർന്നു. അങ്ങനെ ജീവിച്ചിരിക്കെ അമ്മയുടെ 2ാം വിവാഹം കാണേണ്ടി വന്നു. ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ നോക്കാമെന്നും അയാളുടെ ഒരേ ഒരു മകൻ ശ്യാം, എന്നേക്കാൾ 4ഓ 5ഓ വയസ്സിന് വ്യത്യാസമുള്ള ശ്യാമിന് ഞങ്ങൾ സ്വന്തം അനിയത്തിമാരായിരിക്കുമെന്ന് രണ്ടാനച്ഛൻ അമ്മയ്ക്ക് നൽകിയ വാക്കിൻ്റെ പേരിലായിരുന്നു അമ്മ സമ്മതിച്ചത്. പക്ഷെ വൈകാതെ മനസ്സിലായി മാമൻ ചതിച്ചതായിരുന്നു എന്ന്. പണത്തിനു വേണ്ടി സ്വന്തം പെങ്ങളെയും മക്കളെയും ഒരു കുഴിയിലേക്കായിരുന്നു അയച്ചത്. ധാരാളം പണം അയാൾ രണ്ടാനച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് അമ്മയെ താലി കെട്ടിച്ചു കൊടുത്തത്. അതൊരു കെണിയായിരുന്നു. പിന്നീട് വീട്ടിൽ തന്നെയായിരുന്നു ചെന്നായ്കൾ. ശ്യാം പഠിക്കാൻ സിറ്റിയിൽ പോവും, വല്ലപ്പോഴുമേ വരൂ. എന്നും ഞാനും അനുമോളും കിടക്കുന്ന മുറിയുടെ വാതിൽ അടയ്ക്കാറില്ല. ഞങ്ങൾക്ക് ഭയമായതുകൊണ്ടാണ്. കുഞ്ഞിലെ മുതൽ അങ്ങനെയാണ് കിടക്കാറ്. ഒരു ദിവസം രാത്രി നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. ഒപ്പം ദേഹത്തുകൂടെ ഒരു കൈ ഇഴയുന്ന പോലെയും. ഒരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി എൻ്റെ രണ്ടാനച്ഛൻ ആണതെന്ന്. ഞാൻ കൂവാൻ പോയതും എൻ്റെ വായ പൊത്തി. അയാളുടെ ബലിഷ്ടമേറിയ കരങ്ങൾ എൻ്റെ മേലായിരുന്നു. ഞാൻ കുതറി മാറാൻ നോക്കി. ആ രൂക്ഷഗന്ധം എന്നിൽ ഓക്കാനമുണ്ടാക്കി. 2 കൈയും വെച്ച് ശക്തമായി അയാളെ ഞാൻ തള്ളി എഴുന്നേറ്റോടി. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അന്ന് അമ്മയും അയാളും തമ്മിൽ വലിയ തർക്കം നടന്നു. അയാളെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയെങ്കിലും ഫലം വിഫലമായി. അയാൾ അവിടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള ദിനങ്ങൾ ഭയമായിരുന്നു. എങ്കിലും അച്ഛൻ്റെ ആത്മാവ് ഒപ്പമുണ്ടെന്ന ധൈര്യത്താൽ ഞാൻ ജീവിച്ചു. എന്നും വാതിൽ സാക്ഷിയിട്ട് തലയണയ്ക്കരികിൽ വെട്ടുകത്തിയും വെച്ചാണ് ഞാൻ കിടന്നിരുന്നത്. പകൽ മുഴുവൻ സ്കൂളിലും മറ്റുമായി ചിലവഴിക്കും. രാത്രി മുറിക്കകത്ത് കയറി ഞാൻ ദിനങ്ങൾ തള്ളി നീക്കി. ഒരിക്കൽ പോലും അയാൾക്കും മകനും ഞാൻ വഴിപ്പെട്ടില്ല. എന്നെ കീഴടക്കാൻ ശ്യാമും പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ബലം അതായിരുന്നു എന്നെ രക്ഷിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കൃഷ്ണൻ എന്നെ കൈവിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഗ്രാമത്തിലെ പഠനം പൂർത്തിയാക്കി. സ്നേഹനിധിയായ അധ്യാപകർ മനസ്സിലാക്കി സഹായിച്ച് നൽകിയ പണം കൊണ്ട് ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് ബാക്കി പഠനം പൂർത്തിയാക്കി ജോലിക്ക് കയറി. ഒരു ട്യൂഷൻ സെൻ്ററിൽ പോയിക്കൊണ്ടിരുന്നതാണ് ഞാൻ. പിന്നെ ഒരു ഷോപ്പിൽ പാർട്ട് ടൈം ജോബും. ഡാൻസ് ട്രൂപ്പിലും ഉണ്ടായിരുന്നു. പണ്ട് നൃത്തം പഠിച്ചിട്ടുണ്ട്. അതാ അന്ന് തൻ്റെ പാർട്ടിക്ക് വന്നത്. അവൾ പറഞ്ഞു നിർത്തി. ദർശ് അവളെ അത്ഭുതത്തോടെ നോക്കി. എന്നാലും എടോ, തനിക്ക് ഇത്രയും കഷ്ടത നിറഞ്ഞൊരു പാസ്റ്റുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ വയ്യ. താൻ അവരുടെ ഇടയിൽ ഇത്രയും കാലം പിടിച്ചു നിന്നത് തന്നെ അത്ഭുതം. തൻ്റെ മനോധൈര്യം സമ്മതിച്ചിരിക്കുന്നു, അവൻ പറഞ്ഞു. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന ഒരു തിരിച്ചറിവ് മതി ദർശ്.
നമുക്ക് വാശിയോടെ ജീവിക്കാൻ. ആ വാശിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഒക്കെ തകർന്നു. എന്താടോ ബാക്കി പറ, തൻ്റെ ജോലി എന്തായി? ഒക്കെ പോയി ദർശ്. നമ്മൾ കണ്ടുമുട്ടാൻ തീരുമാനിച്ച ആ ദിവസം ശ്യാം എന്നെ പിന്തുടർന്ന് ഫ്ലാറ്റിൽ വന്നിരുന്നു. അവൻ എൻ്റെ റൂമിൽ അതിക്രമിച്ച് കയറി എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. അവനെ പോലീസിൽ ഏൽപ്പിച്ചു. പിറ്റേന്നാണ് എനിക്ക് പനിയാവുന്നത്. എന്നിട്ട് താൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത് കണ്ടവർ അപവാദം പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തോ ഗൂഢലക്ഷ്യമുള്ളത് കൊണ്ടാണെന്നും ഫ്ലാറ്റിലേക്ക് ആണുങ്ങളെയൊക്കെ വിളിച്ചു കയറ്റുന്നെന്നും. എൻ്റെ ജോലി പോയി. ഫ്ലാറ്റിൽ നിന്നും എന്നെ ഇറക്കി വിട്ടു. പിന്നെ എനിക്ക് പോവാൻ മറ്റൊരിടമില്ല ദർശ്. അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. താൻ ഇനി നാട്ടിലേക്ക് പോകുന്നില്ലേ? അമ്മ തിരക്കില്ലേ? ഇല്ലടോ, എനിക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല. അമ്മയും അനിയത്തി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുകൂടി എനിക്കറിയില്ല. അയാളെ ഭയന്ന് ഞാൻ പോവാത്തതാണ്. ഞാനൊരു നിലയ്ക്കായിട്ടേ എനിക്ക് അവിടേക്ക് ചെല്ലാൻ കഴിയൂ. എന്തായാലും ദ്രൗപദി, താൻ വിഷമിക്കേണ്ട. നമുക്കെല്ലാത്തിനും വഴിയുണ്ടാക്കാം. തനിക്കൊരു ജോലി, അത് ഞാൻ ശരിയാക്കി തരാം. പിന്നെ തനിക്ക് തൽക്കാലം ഇവിടെ താമസിക്കാം. ഇതെൻ്റെ പ്രൈവറ്റ് ഏരിയ ആണ്. ആശി മാത്രമേ ഇവിടെ വരാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും വീട്ടിൽ നിന്നാരെങ്കിലും. തനിക്കിവിടെ കഴിയാം. അതൊന്നും വേണ്ട ദർശ. ഇപ്പം തന്നെ ഞാൻ തനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഇനിയും തന്നെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കാവില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. നീ തൽക്കാലം എവിടെയും പോകുന്നില്ല. എല്ലാം ഒന്ന് ശരിയാവട്ടെ. അമ്മയും അനിയത്തിയും കുറിച്ച് ഞാൻ അന്വേഷിക്കാം. അയ്യോ ദർശ്, പ്ലീസ്, എന്നെക്കുറിച്ച് അവരറിയരുത്. എന്താ? ദർശ് അമ്പരപ്പോടെ ചോദിച്ചു. ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണെന്നോ എവിടെയാണെന്നോ ഒന്നും അവരറിയരുത്. അവരെക്കുറിച്ച് അന്വേഷിച്ചോളൂ. പക്ഷെ എന്നെ അവരറിയണ്ട. ഓക്കെ, അവൻ സമ്മതിച്ചു. ശ്യാമിന് ദർശൻ എങ്ങനെ പരിചയം? അവൻ ചോദിച്ചു. അവൻ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. അവൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കി എടുത്തതാണ്. പക്ഷേ എല്ലാത്തിനും അവൻ അശ്രദ്ധ കാണിക്കുന്നു. എന്നും അവനെ ഫയർ ചെയ്യാനേ എനിക്ക് നേരമുള്ളൂ. കൂടാതെ മിക്കപ്പോഴും ലീവും. ഓ ശ്യാം, അവൻ അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ എവിടെയോ എനിക്ക് തെറ്റി. അവൻ എപ്പോഴോ എന്നെ കണ്ടു, മനസ്സിലാക്കി. നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. ദർശിനെയും എന്നെയും അവൻ ഒരേപോലെ ട്രാപ്പിലാക്കിയതാണ്. അതെ, എവിടെ ഒരു ദുരൂഹതയുണ്ട്. അവനെ കിട്ടിയാലേ ഇനി ഒക്കെ അറിയാൻ കഴിയൂ. സമയമാവട്ടെ. ഞാൻ എന്നാൽ കമ്പനിയിലേക്ക് പോവട്ടെ. തനിക്കിവിടെ നിൽക്കാം. ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷെൽഫിൽ കുറച്ച് ബുക്സ് ഉണ്ട്. ബോറടിക്കുമ്പോൾ അത് വായിച്ചിരുന്നോ. പിന്നെ എൻ്റെ നമ്പറില്ലേ കയ്യിൽ? എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോ. ശരി. അവൻ കമ്പനിയിലേക്ക് ഇറങ്ങി. പക്ഷേ ദർശിൻ്റെ മനസ്സ് മുഴുവൻ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ദ്രൗപദി പറഞ്ഞത് പൂർണ്ണമായും അംഗീകരിക്കാൻ അവന് കഴിയുന്നില്ല. എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു. ഇത്ര നാളായിട്ടും അവളെ അമ്മയും അനുജത്തിയും അന്വേഷിച്ചില്ലേ? അച്ഛൻ്റെ മരണശേഷം തറവാട് സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു? എല്ലാം ഒരു ദുരൂഹത. ഇനി അവൾ കള്ളം പറയുന്നതാണോ? ഏയ്, ആയിരിക്കില്ല. എന്തിനു വേണ്ടി പറയണം? അവനാകെ അസ്വസ്ഥനായി. ദ്രൗപദിക്ക് താൻ ചെയ്തതൊരു തെറ്റായി തോന്നി. തനിക്ക് അഭയം തന്ന ആളോട് ഇങ്ങനെ പറയണമായിരുന്നോ? അല്ലെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ വിട്ടുപോയ ഒരുപാട് ഏടുകളുണ്ട്. പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് നിന്നോടെന്നല്ല ഒരാളോടും പറയാൻ കഴിയില്ല ദർശ്. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. തിരികെ വരില്ല എന്നറിയാവുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ കാത്തുവെച്ച എൻ്റെ ശരീരവും മനസ്സും. ആ ശരീരമാണ് സ്വബോധത്താലല്ലെങ്കിലും നീ സ്വന്തമാക്കിയത്. ആ വേദന ഒരിക്കലും പോവില്ല. പക്ഷെ മനസ്സ്, അതൊരിക്കലും ആർക്കും വഴിപ്പെടില്ല. ഇനി അത്രയ്ക്ക് മുറിവേറ്റു പോയി. അവൾ വേദനയോടെ ഓർത്തു. മെല്ലെ എഴുന്നേറ്റു. ദർശ് കമ്പനിയിലേക്ക് പോയതും വല്ലാത്തൊരു മടുപ്പ് തോന്നി അവൾക്ക്. മെല്ലെ എഴുന്നേറ്റ് അവൾ സ്റ്റെയർ കയറി. മുകളിൽ കയറിയതും അവിടെ ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തേക്ക് അവൾ കയറി. അവിടെ വലിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നു. അത് നിറയെ പുസ്തകങ്ങൾ. അവൾ അത് കണ്ട് കണ്ണ് തള്ളി നിന്നു. ദർശ് ഒരു വായനപ്രേമിയാണല്ലേ? പണ്ട് അച്ഛനുള്ളപ്പോൾ സിറ്റിയിൽ പോയി വരുമ്പോൾ എത്ര പുസ്തകങ്ങളാണ് തനിക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത്. ആ ഓർമ്മയിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. പുസ്തകങ്ങൾ ഓടിച്ചെന്ന് നോക്കിയ ശേഷം ഒരു പുസ്തകം അവൾ കയ്യിലെടുത്തു. വെതറിംഗ് ഹൈറ്റ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതുമായി അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെ വന്നതും അവൾ വല്ലാതെ ഞെട്ടി. വല്ലാത്തൊരു തരം ഭംഗിയായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് നോക്കാൻ. അവിടെ വളരെ കുറച്ച് വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചപ്പുറത്തൊരു പുഴ ഉള്ളതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ശരിക്കും ഇപ്പോഴാണ് ചുറ്റുപാടൊക്കെ കാണുന്നത് തന്നെ. രണ്ടാമത്തെ തവണയാണല്ലോ ഞാൻ ഇവിടേക്ക് വരുന്നത്. കുറച്ചു നേരം അവൾ അവിടെയുള്ള ഊഞ്ഞാലിലിരുന്ന് ആ പുസ്തകം വായിച്ചു. ആൾപ്പാർപ്പ് കുറഞ്ഞ സ്ഥലത്തേക്ക് താമസിക്കാൻ വരുന്ന ലോക്കവോട്ട് എന്ന ചെറുപ്പക്കാരൻ. അവിടെയുള്ള ഒരേ ഒരു വില്ലയും തൻ്റെ വീടുടമസ്ഥനുമായ ആളുടെ അടുത്തേക്ക് വരുന്നതും അയാൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന അലോസരമായ പ്രവൃത്തികളും പിന്നീട് അയാളെക്കുറിച്ചുള്ള കഥകളും ഒക്കെയാണ് ആ നോവലിൽ. ആ കഥ അവൾക്ക് അവളുടെ ജീവിതമായി തോന്നി. ഒരു തരത്തിൽ നോക്കിയാൽ തൻ്റെ ജീവിതവുമായി എവിടെയോ സാദൃശ്യമില്ലേ ഇതിന്? ദർശ് കമ്പനിയിലെത്തിയതും അവനെ കാത്ത് അശ്വിക്കുണ്ടായിരുന്നു. അവർ നേരെ ക്യാബിനിലെത്തി. ആ ശ്യാം, അവനെ ഞാൻ ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചു, ദർശ് പറഞ്ഞു. അതെന്താ?
അവൻ നമ്മൾ കരുതും പോലെയല്ല, ഒരു ക്രിമിനലാണ്. അവനിപ്പോൾ ജയിലിലാണ്. എന്തിന്? ദ്രൗപദി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്. അവളുടെ രണ്ടാനച്ഛൻ്റെ മകനാണ് ശ്യാം. ഓ, അവൻ്റെ സ്ഥാനത്തേക്ക് ദ്രൗപദി അപ്പോയിൻ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. നാളെ മുതൽ അവൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ദേവങ്ങളിനോട് സംസാരിക്കണ്ടേ? നോ, ഞാൻ പിന്നെ അച്ഛനോട് സംസാരിച്ചോളാം. നോ പ്രോബ്ലം. ഇവിടെ എൻ്റെ ഡിസിഷൻസ് ആണ് പ്രധാനം. ഓക്കെ ദർശ്, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അല്ലടാ, ദ്രൗപദി സമ്മതിക്കൂ ഇതിന്? സമ്മതിക്കും. അവൾക്കൊരു ജോലി വേണം. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? സംശയരൂപേണെ അവന് നേരെ പുരുകമുയർത്തി ആശി ചോദിച്ചു. അത് പിന്നെ അതൊക്കെയുണ്ട്. ഞാൻ സമയം പോലെ നിന്നോടൊക്കെ പറയാം. ആയിക്കോട്ടെ മോനെ, ഒരു കുസൃതി ചിരിയോടെ ആശി പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വിശാലമായ ക്യാമ്പസ്. ദർശിൻ്റെ പെങ്ങളും കൂട്ടുകാരികളും ക്യാമ്പസിലിരിക്കുകയായിരുന്നു. അരകവിന് മെടഞ്ഞിട്ട മുടികെട്ടിയും നെറ്റിയിൽ തൊട്ട ചന്ദനക്കുറിയും വെള്ളക്കൽ മുക്കൂത്തിയും അണിഞ്ഞ ഒരു നാടൻ പെൺകുട്ടി, അതായിരുന്നു ദർശന. ദച്ചു, നിന്റെ ഏട്ടനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം കേട്ടോ. പെൺകുട്ടികളുടെ ഇടയിൽ ദർശു മഹാദേവ് ഭയങ്കര സംഭവമാണ്, ദയ അവളോട് കുസൃതിയോടെ പറഞ്ഞു. എന്തോന്നടേ, ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവൾമാരുടെ നോട്ടം എൻ്റെ ഏട്ടൻ്റെ മേലാണല്ലേ? ദർശന ചോദിച്ചു. അതേടി, D&D കമ്പനീസിൻ്റെ CEO ദർശ് മഹാദേവിൻ്റെ ഒരേ പെങ്ങളായി നിന്നെ ഫ്രണ്ടായി കിട്ടിയ ഞങ്ങൾ ലക്കിയാണ്. നിങ്ങളെക്കുറിച്ച് അറിയാത്ത ആരുമില്ലല്ലോ, അത്ര ഫാൻസ് അല്ലേ? അതെ. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ബൈക്കിൽ ബഹളം വെച്ച് കുറേ ആൺപിള്ളേർ കടന്നു വന്നത്. മുടിയും താടിയൊക്കെ വളർത്തി ഒരുമാതിരി ഭ്രാന്തരെ പോലെ. എടി, ഇത് ഈ കോളേജിലെ ഏറ്റവും ഡേഞ്ചറസ് ഗ്യാങ് ആണ്. സീനിയേഴ്സാ. ഇവരെക്കുറിച്ച് എത്ര പരാതികളാണെന്നറിയോ ദിവസവും വരുന്നത്. പക്ഷേ ഇവിടുത്തെ MP മകനാണ് ഇതിൻ്റെ ഗ്യാങ് ലീഡർ. അതുകൊണ്ട് ആരും ഒന്നും പുറത്ത് പറയില്ല. ഇവനെ സൂക്ഷിക്കണം. ഓ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ദർശനയും കൂട്ടുകാരും പോവാനൊരുങ്ങി. തിരിഞ്ഞു നടന്നത് പിന്നിൽ നിന്നൊരു വിളി. ഓയ് മാഡം. അവൾ തിരിഞ്ഞു നോക്കി. താടിയും മുടിയും വളർത്തി ഒരുമാതിരി ഒരുത്തൻ. അവിടേക്ക് താൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. ഇതിനിടയ്ക്ക് ആളെ കണ്ടിട്ടേയില്ല. ദയയും നന്ദനയും അവളുടെ കയ്യിൽ പിടിച്ചു. എടി, ഇത് അവനാ രാകേഷ്, MP അവർ പറഞ്ഞു. എന്താണ് മോളെ, പേടിയാണോ? പേടിക്കേണ്ട കേട്ടോ, ഏട്ടൻ മോളെ ഒന്നും ചെയ്യില്ല. അവൻ്റെ വഷളമായ നോട്ടവും സംസാരവും അവളിൽ വെറുപ്പുണ്ടാക്കി. അവൾ മിണ്ടിയില്ല. നിന്നെ എനിക്കങ്ങ് ഇഷ്ടമായി. നല്ല നാടൻ കുട്ടി. ഒന്ന് പ്രപ്പോസ് ചെയ്തേ മോള്. അവളത് പറഞ്ഞതും അവൻ്റെ ഗ്യാങ് മുഴുവൻ അവളുടെ നേരെ ചിരിയോടെ നോക്കി. താൻ ആരോടോ അത് പറയാൻ? സൗകര്യമില്ലെങ്കിലോ? ഒട്ടും കൂസലില്ലാതെ അവൾ പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ കേട്ടാ മൂക്ക് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിയും. പോടാ. അവളത് പറഞ്ഞു പോവാനൊരുങ്ങിയതും അവളുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു. അത് കണ്ടിട്ടും ആ ക്യാമ്പസിലുള്ള ഒറ്റ പിള്ളേരും അനങ്ങിയില്ല. അവൾക്ക് അറപ്പ് തോന്നി. എന്നെ വിടടാ. അവൾ അവൻ്റെ കൈ മാറ്റാൻ നോക്കി, പക്ഷെ നടന്നില്ല. വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ പോയാൽ മതിയടി. അവൻ അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവരാൻ ഒരുങ്ങിയതും കുഞ്ഞിനെ ചെരുപ്പൂരി അവൾ അവൻ്റെ മുഖത്തടിച്ചു. അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ അവൻ കോപം കൊണ്ട് വിറച്ചു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.